ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. കെയും ഞാനും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായിരുന്നോ? ഇവിടെ ക്ലോക്ക് ഉണ്ട്. ഇപ്പോൾ സമയം 7:30 മണിയായി. അപ്പോൾ ഇന്ന് ജൂലൈ 10. അപ്പോൾ നാളെ ജൂലൈ 11. ജൂലൈ 11 എന്ന് പറയുമ്പം എൻ്റെ ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മാഷാഅല്ലാഹ് എൻ്റെ ഇക്കാക്ക് 36ാമത്തെ വയസ്സ് പൂർത്തിയാകുകയാണ്. അൽഹംദുലില്ലാഹ്. എന്താ പറയുക, ഇക്കാൻ്റെ ബർത്ത്ഡേ അങ്ങനെയൊന്നും ഞങ്ങൾ ആഘോഷിക്കലൊന്നുമില്ല ബർത്ത്ഡേ. എന്നാലും എന്താ, മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് എൻ്റെ ഇക്ക. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ചെറിയ രീതിയിൽ നമ്മളൊരു സന്തോഷം. ആക്സിഡൻ്റ് ആയതിന് ശേഷം എപ്പോഴും അങ്ങനെ ഞാൻ ഇവിടെ ആരും ഉണ്ടാവലില്ല. കാരണം ബർത്ത്ഡേക്കൊന്നും ഫസലും ഉണ്ടാകലില്ല, ഞാനേ ഉണ്ടാകലുള്ളൂ. അപ്പം ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഇക്കാനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇക്കാകത്താളുള്ളത് ഇറ്റൂസിനെ പഠിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പം പയ്യോളിയിൽ നിന്ന് വന്നതാണ്. ഞാൻ ബേക്ക്ലാൻഡിൽ പോയി ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ചെറിയ കേക്കാണ്, ഇവിടെ ആരും ഇല്ലല്ലോ, ഞാനും ഉമ്മയും ഇറ്റൂസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ ഒരിക്കാക്കൊരു സർപ്രൈസ് കൊടുത്തിട്ട് മുറിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒക്കെ സർപ്രൈസ് ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒരു സന്തോഷമല്ലേ അതല്ലോ. അപ്പോൾ അങ്ങനെ മുറിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബാക്കി വീഡിയോ ഒരു 12 മണിക്ക് എടുക്കാം. ഇപ്പോൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ വേറൊരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു. ഞാനത് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. കാക്ക നല്ലൊരു ഫോണില്ല, ഇപ്പം കയ്യിലുള്ളത് ഒരു ചെറിയ ഫോണാണ്. വാട്സപ്പൊക്കെ കിട്ടും, പക്ഷേ എങ്കിൽ യൂട്യൂബ് പോലും സ്വന്തം ചാനലിൽ വരുന്ന വീഡിയോ പോലും കാണാനൊക്കെ പറ്റില്ല. യൂട്യൂബൊന്നും കിട്ടില്ല, അത്രയും പോയ ഒരു ഫോണാണ്. അത് നന്നാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് നസീർക്കാവുന്നൊരു ഫോണ് കൊടുത്തേക്കാന്ന് പറഞ്ഞിനേനും. അപ്പോഴത്തേക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെയും കിട്ടിയില്ല. അബുദാബിയിൽ നസീർക്ക് കുറച്ച് എന്താ പറയുക, കുറച്ചങ്ങ് ഉള്ളോട്ട് ആണ്. പാടുന്ന ആരും ഇങ്ങോട്ട് വരുന്നില്ലാത്തതുകൊണ്ട് അടുത്ത മാസം അങ്ങനെ ആരോ വരുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് കൊടുത്തുവിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരക്കാകെ കൊടുക്കണം, ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് അന്നേരം കൊടുക്കുക. അപ്പോൾ തൽക്കാലം ഒരു ചിന്ന കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ ആഘോഷിക്കട്ടെ. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ 12 മണിക്ക്. ഓക്കെ, ഇപ്പോൾ സമയം 7:30 മണിയായിട്ട് കേട്ടുള്ളൂ. അപ്പോൾ ഒരു 12 മണിക്ക് ഞാൻ വീണ്ടും വരാം. എന്നിട്ട് സർപ്രൈസ് ചെയ്യിക്കാം. അവിടെ നിന്ന് കിടന്ന് ജ്യൂസിനെ പഠിപ്പിക്കുക. നിൽക്കുക, ഒരു ഹായ് പറയൂ. കച്ചൂസിനെ പഠിപ്പിക്കുക. ഓക്കെ, ഇവർ രണ്ടാളും കാക്ക് കിടന്നിട്ട് പഠിപ്പിക്കുന്ന, കാക്ക് ഇരുന്നിട്ട് പഠിപ്പിക്കരുതാ. എന്താക്ക കിടന്നിങ്ങനെ. കാൻ്റെ ഫോണിൻ്റെ സ്ഥിതി എന്തൊക്കെ? യൂട്യൂബ് കിട്ടുന്നുണ്ട് അതിൽ? ഒരു പുതിയ ഫോണെല്ലാം വാങ്ങരുതക്കാക്ക്. ഏക്കാ ഒരു പുതിയ ഫോണെല്ലാം വാങ്ങരുതാ. അല്ലോ പാവം, വലിയൊരു ബിസിനസ്സുകാരനാണ്. എന്നിട്ട് ഈ പറയുന്നത് പൈസ ഇല്ലാന്ന്. ജ്യൂസ് പോലും ഞെട്ടിപ്പോയി അത് കേട്ടിട്ട്. സമയം ഇപ്പം ഏകദേശം 11:30 മണിയൊക്കെ ആയി, 11:45 അപ്പം ഞാൻ അങ്ങേക്ക് പോവാം. കാക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ. അപ്പം ഞാൻ ഉറങ്ങിയില്ല, പിന്നെ ഉറങ്ങിപ്പോയാൽ പിന്നെ സർപ്രൈസ് കൊടുക്കാനാവില്ലല്ലോ. അപ്പം ഞാൻ അങ്ങേക്ക് പോവാം. ഇപ്പം നസീർക്കാൻ്റെ വീട്ടിലുള്ളത്. അപ്പം ഞാൻ അങ്ങ് ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് വാതിലെല്ലാം തുറന്നു തരാനേ. അപ്പം പോയി ഉറങ്ങാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പോയി നോക്കാം. ഓക്കെ, നല്ല ഉറക്കാണ്. ഇതാ പുതപ്പെല്ലാം പുതച്ച് ഉറങ്ങുന്നുണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാക്കാനോ. നല്ല ഉറക്കാട്ടോ മൂപ്പറ്. അങ്ങനെ ഉറങ്ങുന്നേ. ചെറിയ പ്രശ്നം എടുക്കാ. ഒന്ന് വേണീക്കൊരു പ്രശ്നമുണ്ട്. ഉണ്ട്, ഒരു സംഭവം ഉണ്ട്. വേഗം ഗണിച്ചൂട്. ഇവിടെ വെച്ചിട്ടുണ്ട്. താനോട് പറഞ്ഞിട്ടില്ല, കാനെ കൂട്ടി വരട്ടിട്ടോ, സർപ്രൈസ് ആക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് കേക്ക്? ബട്ടർ സ്കോച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ കേക്ക്? എണീക്ക് വേഗം. കമോൺ. ലൈറ്റെല്ലാം പിന്നെ ഓഫാക്കുക. വാ Happy birthday to you.
ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസാ? ഇന്ന് എത്രാമത്തെ ബർത്ത്ഡേയാ? 36ാമത്തെ വയസ്സിലേക്ക് 37ലേക്ക് കടന്നാ? കണ്ടാത്തൊന്നുമില്ലക്ക. അപ്പം 37 വയസ്സാട്ടോ. ഞാൻ 36 എന്നാ പറഞ്ഞത്. അപ്പം ഒക്കെ പറയുന്നത് 37ാമത്തെ വയസ്സാണ്. അപ്പം ഒക്കെ അങ്ങോട്ടൊക്കെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അപ്പൊ കേക്ക് മുറിക്കാ? ഒക്കെ റെഡിയാ? കേക്ക് ഇഷ്ടായിക്കാ? ഇഷ്ടായിക്ക്? പെരുത്ത് ഇഷ്ടായിക്ക്? ഓക്കെ. ഇപ്പൊ കേക്ക് മുറിക്കലാ? അപ്പൊ ഞങ്ങള് കന്റെ കേക്ക് മുറിക്കാൻ പോകാന്ന്. ഉമ്മ വീഡിയോയിൽ നിൽക്കുന്നില്ല. ഉമ്മാന്റെ കോസ്റ്റ്യൂം ഒന്നും ശരിയില്ല എന്നമ്മ പറയുന്നത്. അപ്പൊ ഉമ്മ വീഡിയോയിൽ നിൽക്കുന്നില്ല. ഞാൻ കേക്ക് ചൂസ് ആണെന്നുള്ളത്. ഒക്കെ റെഡിയല്ലേ? മുറിച്ചോ? ചൂസ് ഒരു പാട്ട് പാടി കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇക്ക. ചൂസ് പറഞ്ഞു സിജീർക്ക. ഇതാ ആദ്യത്തെ പീസ് ഇക്ക തന്നെ അതാ കച്ചൂസിന് കൊടുത്ത്. നിക്ക കഴിക്ക. അടുക്ക കഴിക്കേ. ഞാൻ കണ്ടു വരാം. വീടെടുക്കാൻ പറ്റൂലല്ലോ. ആൾക്കാരുടെ കേക്ക് തന്നെ ഇതാ വളരെ ആർത്തിയോടെയൊക്കെ കഴിക്കുന്ന കേക്ക്. ചൂസ് എനിക്ക് കേക്ക് മുറിച്ച് എനിക്കില്ല. അപ്പം ഞങ്ങളെല്ലാം ഓരോ കഷ്ണം കേക്ക് നട്ടേട്ടാ. അമ്മക്ക് കൊടുക്കട്ടെ. ഓക്കെ. ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കേക്ക് എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? അങ്ങനെ അക്കാൻ്റെ ബർത്ത്ഡേ ഞങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ആഘോഷിച്ചു. ഹാപ്പി അല്ലേ? ഇപ്പോൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പെരുന്നാളിപ്പം കഴിഞ്ഞതാണ്. പിന്നെ കേക്ക് വാങ്ങിക്കൊടുത്ത്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു വമ്പൻ സർപ്രൈസ്. അത് ഇൻഷാ അല്ലാ അടുത്ത മാസം നമ്മൾ കാക്ക് കൊടുക്കും. കേക്കിൻ്റെ ഉള്ളിലെല്ലാം വെച്ച് കൊടുക്കണം എന്നെല്ലാം വലിയ ആഗ്രഹമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ സർപ്രൈസ് ചെയ്യണം എന്നെല്ലാം. പക്ഷേങ്കിൽ ആയില്ല. അപ്പോൾ അടുത്ത മാസം കാക്കായ ഗിഫ്റ്റ് ഞാൻ കൊടുത്തിരിക്കും ഇൻഷാ അല്ലാ. പിന്നെ എന്തെല്ലാമൊക്കെ വിശേഷങ്ങൾ? സുഖം തന്നെ. നമ്മളെ ചാനൽ ഒന്നൊക്കെ ഇപ്പോൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ചാനൽ നിൽക്കാൻ സമയമില്ല. ഭയങ്കര തിരക്ക്. ഇപ്പോൾ ചാനലിലൊന്നും നിൽക്കാത്തത്. അതാ പറയണേ. ഞാൻ വിളിക്കായിട്ടിന്ന് കാക്ക ഒന്നിനും വിളിച്ചാൽ സമയം ഉണ്ടാവില്ല. ഭയങ്കര തിരക്കായിരിക്കും. എന്നാലും പറയാം ഞാൻ വിളിക്കായിട്ടിന്ന്. കാനിങ്ങനെ അത് സെലിബ്രേറ്റിനെ പോലെ ഞാൻ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് നിർപ്പിക്കണം. പിന്നെ അപ്പോൾ പിന്നെ സമയം അർദ്ധരാത്രിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന്. അപ്പം എന്താ എല്ലാവരോടും പറയാനുള്ളക്ക? എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരും. ഇനിയിപ്പോൾ അടുത്തക്കാരനൊരു വീഡിയോ പ്രതീക്ഷിക്കാമോ? അപ്പോൾ ഓക്കെ. ടാറ്റാ ബൈ ബൈ.